എല്ലാ കൂട്ടുകാരും എന്തെടുക്കുന്നത്? ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഷ്യൽ സയൻസിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ. ഏതാണ്? പീലീസ് വില്ലേജ്. ഏതാടാ ചാപ്റ്ററിന്റെ പേരെന്താണ്? പീലീസ് വില്ലേജ് ആണ് കേട്ടോ. അപ്പൊ കൂട്ടുകാരൊക്കെ സ്കൂളിൽ പോയിട്ട് ഉഷാറായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണല്ലേ. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ചാപ്റ്ററിലോട്ട് പോവാം അല്ലേ. ചാപ്റ്ററിലോട്ട് പോകുന്നതിന് മുന്നേ ഒരു കാര്യം പറയാൻ മറന്നുപോയി മിസ്. ഓടിപ്പോയി നമ്മുടെ ചാനൽ എന്ത് ചെയ്യണം? ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വരണം കേട്ടോ. അപ്പൊ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണേ, കമന്റ്സ് പറയുകയും വേണം കേട്ടോ. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. പിക്ചർ എന്താ നോക്കിക്കേടാ? 4 കൂട്ടുകാരുണ്ട് അല്ലേ. എത്ര കൂട്ടുകാരുണ്ട്? 4 കൂട്ടുകാരുണ്ട്. ഇവരാരൊക്കെയാണെന്നറിയോ? മിസ്സിനും അറിയില്ല കേട്ടോ. ആരൊക്കെയാണെന്നൊന്നും മിസ്സിനും അറിയില്ല. നമുക്ക് നോക്കിയാലോ ആരൊക്കെയാന്ന് നോക്കാം അല്ലേ. ഏതൊക്കെയാന്ന് നോക്കാം നമുക്ക്. ഹേ ഫ്രണ്ട്സ്. ഫസ്റ്റ് എന്താ പറഞ്ഞേക്കുന്നത്? ഹേ ഫ്രണ്ട്സ്, അവർ സമ്മർ ഹോളിഡേയ്സ് ആർ എബൌട്ട് ടു എൻഡ്. എന്ത് ഏകദേശം തീരാനായിട്ടുണ്ട്? അവധിക്കാലം ഏകദേശമൊക്കെ അങ്ങോട്ട് തീരാനായിട്ടുണ്ട്. ബിഫോർ ദാറ്റ്, അതിനു മുന്നേ, പീലീസ് ഹാസ് ഇൻവൈറ്റഡ് ക്ലാസ്മേറ്റ് ടു ഹെർ വില്ലേജ്. അപ്പം നമ്മുടെ പീലി എന്ത് ചെയ്തു? അവളുടെ ക്ലാസ്മേറ്റിനെ എങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്? അവളുടെ ഗ്രാമത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. പീലീസ് 4 ഫ്രണ്ട്സ് ആർ ഗെറ്റിംഗ് പ്രിപ്പയർഡ് ടു ട്രിപ്പ് ടു ദ വില്ലേജ്. അപ്പോൾ ഇവളുടെ ഫ്രണ്ട്സ് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ട്രിപ്പിന് വേണ്ടി പ്രിപ്പയർ ആയിട്ടുണ്ട്. എങ്ങോട്ട് പോവാനാ? നമ്മുടെ പീലിയുടെ വില്ലേജിലേക്ക് പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. ഡു നോട്ട് യു ഓൾസോ ലൈക്ക് ടു ട്രാവൽ? ഷാൽ വി ഓൾസോ ഗോ ടു പീലീസ് വില്ലേജ് വിത്ത് ദം? അപ്പം നിങ്ങൾക്ക് ട്രാവലിംഗ് ഇഷ്ടമാണോ? എല്ലാവരും അവധിക്കാലം ആയപ്പം എങ്ങോട്ടെങ്കിലും ഒക്കെ ടൂർ പോയിട്ടുണ്ടായിരുന്നോ? അപ്പം നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇന്ന് നമുക്ക് പീലിയുടെ കൂട്ടുകാരുടെ കൂടെ എങ്ങോട്ട് പോവാടാ? പീലിയുടെ വില്ലേജിലോട്ട് പോവാട്ടോ. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാ? സെറ്റായിട്ട് ഇരുന്നോളിയേ. അപ്പൊ നമുക്ക് നോക്കാം നെക്സ്റ്റ് എന്താ പറയുന്നത് നോക്കിയാലോ. ലെറ്റ്സ് ഗെറ്റ് ടു നോ ഈച്ച് അതർ ബിഫോർ അവർ ട്രിപ്പ്. നമ്മളൊരു ട്രിപ്പിന് പോകുന്നതിന് മുന്നേ എല്ലാവരെയും പരിചയപ്പെടണ്ടേ? അതല്ല അതിൻ്റെ ഒരു മര്യാദ. അതേലേ. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ കൂടെ വരുന്ന കൂട്ടുകാരെയൊക്കെ ഒന്ന് എന്ത് ചെയ്യാം? പരിചയപ്പെടാം കേട്ടോ. ഇവിടെ വീൽ ചെയറിൽ ഒരാളുണ്ട് അല്ലേ. എന്താണ് അവളുടെ പേര് നോക്കിയാലോ. ഐ ആം നീനു. എന്താടാ പേരെന്താണ്? നീനു ആണ് കേട്ടോ. ഐ മൂവ് അറൗണ്ട് ഓൺ എ വീൽ ചെയർ. ഞാൻ എന്തിലാണ് സഞ്ചരിക്കാറ്? വീൽ ചെയറിലാണ് അല്ലേ സഞ്ചരിക്കാറ്. മൈ ഹോം ഈസ് അറ്റ് എ ഗവൺമെന്റ് ഓഫീസേഴ്സ് ക്വാർട്ടേഴ്സ് നിയർ ദ സിറ്റി. അപ്പോൾ ഇവളുടെ വീട് എന്ന് പറയുന്നത് ഈ ഗവൺമെന്റ് ഓഫീസേഴ്സ് താമസിക്കുന്ന ക്വാർട്ടേഴ്സിലാണ്. ഐ ഹാവ് എ യങ്ങർ ബ്രദർ ഓൾസോ. എനിക്ക് ആരുണ്ട്? ഒരു യങ്ങർ ബ്രദർ കൂടെ ഉണ്ട്. ഒരു കുഞ്ഞ് അനിയനും കൂടെ ഉണ്ട്. അടുത്ത ആരാണ്? അടുത്ത ആരാ? ഒരു ഗെറ്റപ്പിൽ ഒരാൾ നിപ്പുണ്ടല്ലേ. ആരാ നോക്കിയാലോ. മൈ നെയിം ഈസ് അപ്പു. എൻ്റെ പേരെന്താണ്? അപ്പു എന്നാണ്. അപ്പൊ ഒന്നാമത്തെ ആളുടെ പേരെന്തായിരുന്നു? നീനു ആണ്. രണ്ടാമത്തെ ആളുടെ പേരെന്താണ്? അപ്പു ആണ് കേട്ടോ. രണ്ടാമത്തെ ആളുടെ പേരെന്താണ്? അപ്പു ആണ്. മൈ ഹൗസ് ഈസ് എ സ്ലം ഇൻ ദ സിറ്റി. അങ്ങനെ വെച്ചാൽ എന്താണ്? ചേരിയിലാണെന്നാണ് കേട്ടോ. ഐ ഹാവ് ഓൺലി അമ്മ അറ്റ് ഹോം. എൻ്റെ വീട്ടിൽ ആര് മാത്രമാണുള്ളത്? അമ്മ മാത്രമാണുള്ളത്. മൈ അമ്മ ഈസ് എ വർക്കർ ഇൻ എ ടെക്സ്റ്റൈൽ മില്ല്. അമ്മ എവിടെ വർക്ക് ചെയ്യുന്നു? ഒരു ടെക്സ്റ്റൈൽസ് മില്ലില് വർക്ക് ചെയ്യുന്നു. അല്ലെങ്കിൽ അവിടുത്തെ ആരാന്ന് പറഞ്ഞേക്കുന്നത്? ഒരു വർക്കറാണ്. ആരാണ് അവിടുത്തെ ഒരു വർക്കർ? ആരാണ്? നമ്മുടെ അപ്പുവിൻ്റെ അമ്മ ഒരു ടെക്സ്റ്റൈൽസ് മില്ലിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പൊ നമ്മൾ 2 പേരെ പരിചയപ്പെട്ടു. അപ്പൊ എൻ്റെ കൂട്ടുകാർ ഈ കൂടെ പറഞ്ഞേ, 2 പേരുടെ പേരെന്തൊക്കെയായിരുന്നു? ഒന്നാമത്തെ ആള് നീനു, രണ്ടാമത്തെ ആളുടെ പേരെന്തായിരുന്നടാ? അപ്പു ആണ് അല്ലേ. നെക്സ്റ്റ് അടുത്ത് നോക്കാം കേട്ടോ. മൈ നെയിം ഈസ് വിക്കി. ഇവന്റെ പേരെന്താണ്? വിക്കി. അവൻ നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട് അല്ലേ. ഐ ലീവ് ഇൻ ആൻ അപ്പാർട്ട്മെന്റ് ഇൻ ദ സിറ്റി. എവിടെ ജീവിക്കുന്നേ? അപ്പാർട്ട്മെന്റിലാണ് കേട്ടോ. മൈ പപ്പ ഈസ് ബിസിനസ് മാൻ. എൻ്റെ പപ്പ എന്താണ്? ബിസിനസ് മാനാണ്. മൈ മാം റൺസ് ഹെർ ഓൺ ടെക്സ്റ്റൈൽ ഷോപ്പ്. അമ്മ എന്താണ് ചെയ്യുന്നത്? ഒരു ടെക്സ്റ്റൈൽസിന്റെ ഷോപ്പ് നടത്തുകയാണ്. നെക്സ്റ്റ് ഒരാളൂടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഒരു സുന്ദരി മോള്. ആരാ നോക്കാം അല്ലേ. ഐ ആം ചമേലി. എൻ്റെ പേരെന്താണ്? ചമേലിയാണ്. വി ആർ നേറ്റീവ് ഓഫ് ആസാം. ഇവർ എവിടെ നിന്ന് വന്നവരാണ്? ആസാം സ്വദേശികളാണ് കേട്ടോ. മൈ മാ പപ്പ ആൻഡ് ഐ ഹാവ് ബീൻ ലിവിങ് ഇൻ എ കേരള ഫോർ മെനി ഇയേഴ്സ്. അപ്പോൾ ഇവളുടെ പപ്പയും അമ്മയും കുറേ ഇയേഴ്സ് ആയിട്ട് എവിടെ താമസിക്കുന്നുണ്ട്? നമ്മുടെ കേരളത്തിൽ താമസിക്കുന്നുണ്ട്. വി കം ടു കേരള വെൻ ഐ വാസ് എ 5 years old. അപ്പോൾ ഇവർക്ക് ഏകദേശം എത്ര വയസ്സായപ്പോൾ ഇങ്ങോട്ട് പോകുന്നതാണ്? 5 വയസ്സായപ്പോൾ ഇങ്ങോട്ട് പോകുന്നതാണ്.
വി ലീവ് ഇൻ എ പ്ലേസ് വെർ പീപ്പിൾ ഫ്രം ദ അതർ സ്റ്റേറ്റ് ലീവ് ടുഗദർ. അവരെവിടെയാണ് താമസിക്കുന്നത്? ഈ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് വരുന്ന ആൾക്കാർ കൂട്ടമായി താമസിക്കുന്ന സ്ഥലത്താണ് നമ്മുടെ ആര് താമസിക്കുന്നത്? ചമേലി താമസിക്കുന്നത്. നെക്സ്റ്റ്, ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ആസ് ദ ഫിഫ്ത്ത് പേഴ്സൺ ഇൻ ദ ഗ്രൂപ്പ് ബൈ ഡ്രോയിങ് യുവർ പിക്ചർ. അപ്പം നെക്സ്റ്റ് അടുത്ത് പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു പിക്ചർ വരയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. എടാ നിങ്ങളുടെ ഒരു പിക്ചർ ഇവിടെ അടിപൊളി ഒരു പിക്ചർ വരയ്ക്കണം കേട്ടോ. നമ്മൾ എങ്ങോട്ട് പോവാണ്? നമ്മുടെ പീലിയുടെ ഗ്രാമത്തിലേക്ക് അല്ലെങ്കിൽ പീലിയുടെ വില്ലേജിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അങ്ങനെ പീലിയുടെ വില്ലേജിലോട്ട് പോകുമ്പോൾ 5ാമത്തെ ആളാണ് നമ്മൾ അല്ലേ. അപ്പം നമ്മുടെ ഒരു ഫോട്ടോ എന്ത് ചെയ്യാം? മിസ് ജസ്റ്റ് ഇവിടെ ഒരു ഫോട്ടോ വരയ്ക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് ഇവിടെ എന്ത് വരച്ചുള്ളൂ? ആ ഒരു ഫോട്ടോ വരച്ചുള്ളൂ കേട്ടോ. മിസ്സിന് വരയ്ക്കാനൊന്നും അറിയില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ഫോട്ടോയൊക്കെ വരച്ചുള്ളൂ കേട്ടോ. നിങ്ങളുടെ ഫോട്ടോയൊക്കെ നല്ല ചിരിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോയൊക്കെ വേണം കേട്ടോ വരയ്ക്കാനേ. നല്ല ഒരു ഫോട്ടോസൊക്കെ എന്ത് ചെയ്യുക? വരച്ചോളൂ കേട്ടോ. നെക്സ്റ്റ് മിസ് ചെറിയൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ തന്നെ എഴുതിയാൽ മതി കേട്ടോ. നിങ്ങളെ പരിചയപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. മൈ നെയിം ഈസ് ആരോൺ. എൻ്റെ പേരെന്താണ്? ആരോൺ ആണ്. ഐ ലീവ് ഇൻ എവിടെയാണ്? ലീവ് ഇൻ എവിടെയാണ്? ഐ ലീവ് ഇൻ ആൻ അപ്പാർട്ട്മെന്റ്. ഞാനൊരു അപ്പാർട്ട്മെന്റിലാണ് താമസിക്കുന്നത്. മൈ ഫാദർ ഈസ് ഡോക്ടർ. എൻ്റെ പപ്പ എന്താണ്? ഡോക്ടറാണ്. മൈ മദർ ഈസ് എന്താണ്? ടീച്ചർ. അമ്മ എന്താണ്? ടീച്ചറാണ്. ഓക്കെ, നെക്സ്റ്റ് അടുത്തതിലേക്ക് പോവാം അല്ലേ. ഇനി വേറെ എന്തൊക്കെയാ പറയുന്നത്? ഗസ്റ്റ് വർക്കേഴ്സ് ആർ കമ്മിങ് ടു കേരള ഫ്രോം അതർ സ്റ്റേറ്റ്. അപ്പം നമ്മുടെ കേരളത്തിലോട്ട് എന്ത് ചെയ്യലുണ്ട്? മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് എന്ത് വരലുണ്ട്? വർക്കേഴ്സിനായിട്ട് അതിഥി തൊഴിലാളികൾ എന്നാണ് പറയുന്നത് കേട്ടോ അല്ലേ. മറ്റു സ്റ്റേറ്റിൽ നിന്ന് വരുന്നതുകൊണ്ട് നമ്മുടെ ആരാണ്? ഗസ്റ്റ് ആണ് അല്ലേ. അപ്പോൾ അതിഥി തൊഴിലാളികൾ നമ്മുടെ കേരളത്തിലോട്ട് വരാറുണ്ട്. മോസ്റ്റ് ഓഫ് ദം come as families from the state of Assam, Bihar, West Bengal and Jharkhand. അപ്പോൾ കൂടുതൽ ആൾക്കാരും വരുന്നത് എവിടെ നിന്നാണെന്ന് നോക്കിക്കേ. കൂടുതൽ ആൾക്കാരും കുടുംബമായി എത്തിച്ചേരുന്നത് ആസാമിൽ നിന്നോ, ആസാം, ബീഹാർ, വെസ്റ്റ് ബംഗാൾ ആൻഡ് ജാർഖണ്ഡ് ആണ് കേട്ടോ. ദർ ചിൽഡ്രൻ ആർ ബീയിങ് എഡ്യൂക്കേറ്റഡ് ഇൻ പബ്ലിക് സ്കൂൾസ് ഇൻ ദ കേരള. അവരുടെ കുട്ടികൾ എവിടെയാണ് പഠിക്കുന്നത്? നമ്മുടെ പബ്ലിക് സ്കൂളിൽ, നമ്മുടെ സാധാ പൊതു സ്കൂളിലാണ് പഠിക്കുന്നത്. ചമേലി ഈസ് എ ഓൾസോ സ്റ്റഡിങ് ഇൻ കേരള. നമ്മുടെ ചമേലി എവിടെയാണ് പഠിക്കുന്നത്? കേരളത്തിലെ ഒരു സ്കൂളിലാണ് പഠിക്കുന്നത് അല്ലേ. ചമേലി കോൾഡ് ഹെർ മദർ ആൻഡ് ഫാദർ മാ ആൻഡ് പപ്പ ഈസ് റെസ്പെക്റ്റീവ്ലി. അപ്പോൾ ചമേലി അവളുടെ അമ്മേനെ വിളിക്കുന്നത് എന്താണ്? മാ എന്നും അതേപോലെ ഫാദർ അച്ഛനെ വിളിക്കുന്നത് എന്താണ്? പപ്പ എന്നുമാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് നിങ്ങളോട് പറഞ്ഞേക്കുന്നത് ഹാവ് യു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. നിങ്ങളെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ട്രൈ ടു ക്രിയേറ്റ് ആൻ എക്സ്റ്റൻഡഡ് പേഴ്സണൽ പ്രൊഫൈൽ ബൈ ആഡിങ് ടു യുവർ ഹോബീസ്, wishes, another activities and dreams along with the information you have already mentioned. Your teacher will be also help. അപ്പോൾ പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇൻഫർമേഷനൊക്കെ അല്ലെങ്കിൽ യുവർ സെൽഫ് നിങ്ങളെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ പല കാര്യങ്ങൾ ചേർക്കാം. എന്താണ്? നിങ്ങളുടെ ഹോബീസ് എന്തൊക്കെയാണ്? നിങ്ങൾക്ക് ഒഴിവ് സമയം നിങ്ങൾ എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യുന്നു? നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? വാൻസ്, ഡ്രീംസ്, ഇതെല്ലാം ചേർത്തിട്ട് നല്ലൊരു അടിപൊളി ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാക്കാനാണ് നിങ്ങളോട് പറഞ്ഞേക്കുന്നത് കേട്ടോ. നിങ്ങളെക്കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാക്കാൻ. അതിന് ആരുടെ ഹെൽപ്പ് നിങ്ങൾക്ക് ചോദിക്കാം? നിങ്ങളുടെ ടീച്ചറിൻ്റെ ഹെൽപ്പും ചോദിക്കാം കേട്ടോ. നെക്സ്റ്റ് അടുത്ത് നോക്കിയാലോ. ലെറ്റ്സ് ഗെറ്റ് റെഡി ടു അവർ ട്രിപ്പ്. നമ്മൾ എന്തിന് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്? ട്രിപ്പിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. എല്ലാവരും ട്രിപ്പ് മോഡിലാണോ? അപ്പം നോക്കാം, നമുക്ക് ട്രിപ്പ് പോവാല്ലേ. എങ്ങോട്ടാടാ പോകുന്നത്? പീലിയുടെ വില്ലേജിലോട്ടാണ് അല്ലേ. എങ്ങോട്ടാടാ? പീലിയുടെ വില്ലേജ്. ടുഡേ വി ആർ ഗോയിങ് ടു അണ്ടർടേക്ക് എ ട്രിപ്പ് വിച്ച് വി ഹാവ് ബീൻ ലോഞ്ചിങ് ഫോർ എ ലോങ് ടൈം. അപ്പം നമ്മുടെ നീനു അല്ലേ, ഒന്നാമത്തെ കുട്ടി ആരാണ്? നമ്മുടെ നീനു ആണല്ലേ. അപ്പം അവള് പറയാണ് നമ്മൾ എത്രയോ കാലമായി ആഗ്രഹിച്ചിരുന്ന യാത്രയാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ഇവർ കുറേ കാലമായി പ്ലാൻ ഇടുന്നു. ആരുടെ വീട്ടിലോട്ട് പോവാം? നമുക്ക് പീലിയുടെ വീട്ടിലൊന്ന് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ കൂട്ടുകാരൊക്കെ കൂടി കുറേ കാലമായി പ്ലാൻ ചെയ്യുന്നു കേട്ടോ. അപ്പോൾ നീന് പറയാണ് കുറേ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്നതാ, ഇന്നാ ഒന്ന് നടക്കണേ അല്ലേ. ഭയങ്കര സന്തോഷം ഉണ്ടാവില്ലേ? നമ്മൾ കുറേ കാലം ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം പെട്ടെന്ന് നടക്കുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. അതേപോലെ നീന് പറയാണ് ഒരുപാട് കാലമായി ആഗ്രഹിക്കുന്നു, അപ്പോൾ ഇന്നപ്പോൾ അതിനൊരു സമയം കിട്ടിയേ. അറ്റ് ലാസ്റ്റ് വി ആർ ലീവിങ് ടുഡേ. എന്താണ്? അപ്പോൾ അറ്റ് ലാസ്റ്റ് ഇന്നാണ് നമുക്കതിന് ഏകദേശം ഇന്നത് നടക്കാൻ പോവുകയാണ്. ഐ ട്രൈ റിയലി ഹാർഡ് ടു ഗെറ്റ് പെർമിഷൻ ഫ്രം ഹോം. ഞാൻ വീട്ടിൽ നിന്ന് പെർമിഷൻ വാങ്ങാൻ
ഒരുപാട് കഷ്ടപ്പെട്ടു. പെർമിഷൻ കൊടുത്തിരുന്ന അവളുടെ ഫാദറും മദറും ആദ്യമൊന്നും സമ്മതിച്ചില്ല. പിന്നെ പറഞ്ഞാണ് സമ്മതിച്ചെന്ന് തോന്നുന്നു അല്ലേ. യു നോ ദാറ്റ് ഐ ഡു നോട്ട് ഗോ എവരിവെയർ. നിങ്ങൾക്കറിയാലോ എനിക്ക് എല്ലായിടത്തും ഒന്നും പോവാൻ പറ്റില്ല എന്ന് നിങ്ങൾക്കറിയാലോ. നെക്സ്റ്റ് എന്താടാ, നമ്മുടെ ആര് പറയാണ്, അടുത്തുള്ള പേരെന്തായിരുന്നു? ഒരാൾ നീനു ആണ്, ഒരാൾ എന്തായിരുന്നു? വിക്കിയാണ് അല്ലേ. നെക്സ്റ്റ് അടുത്താണ് വിക്കി അല്ലേ. അടുത്തത് നമ്മുടെ വിക്കി എന്താ പറയുന്നത്? പപ്പ ആൻഡ് മമ്മി reluctantly let me go. അപ്പം പപ്പയും മമ്മിയും മനസ്സോടെ എന്താണ്, അവർക്ക് വലിയ മനസ്സുണ്ടോ? ഇല്ല, മനസ്സോടെയാണ് സമ്മതിച്ചത്. They do not allow me to go to places far away alone. അപ്പൊ അവരെന്നെ എന്ത് ചെയ്യില്ല, വീട്ടിൽ നിന്ന് ദൂരസ്ഥലത്തേക്ക് എങ്ങോട്ടും വിടില്ല. എല്ലാവരും എന്താണ്, ദൂരസ്ഥലത്തേക്ക് കുഞ്ഞുമക്കളെ വിടാൻ പേടിയായിരിക്കില്ലേ. അപ്പൊ അവന്റെ പപ്പയും മമ്മിയും എന്താണ്, ദൂരസ്ഥലത്തേക്ക് എങ്ങോട്ടും വിടില്ല. ഐ ഹാവ് ടു സ്ട്രഗിൾ ഹാർഡ് ടു ഗെറ്റ് കൺസെന്റ്. ഞാൻ എന്ത് ശ്രമം എടുത്തു എന്നറിയോ, ഒന്ന് സമ്മതിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. കുറെ കരഞ്ഞിട്ടുണ്ടാവും, വാശി പിടിച്ചിട്ടുണ്ടാവും, അങ്ങനെയൊക്കെ സമ്മതിപ്പിക്കുക അല്ലേ. നിങ്ങളും അങ്ങനെയാണോ? നിങ്ങളും കുറെയൊക്കെ അങ്ങനെയായിരിക്കും അല്ലേ. Mummy has strictly asked me not to eat anything from there. മമ്മി എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞേക്കുന്നത്? അവിടെ പോകുന്നതൊന്നും കുഴപ്പമില്ല, അവിടെ നിന്ന് തരുന്നൊന്നും എന്ത് ചെയ്യരുത്, തിന്നരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത് നമ്മളെ ചമേലി എന്താ പറയുന്നത് നോക്കാം അല്ലേ. മൈ ഈസ് ഓൾവേസ് ക്രെഡ് വേർ എവർ ഐ ഗോ. ഞാൻ എവിടെ പോയാലും മായ്ക്ക് പേടിയാണ്, അമ്മയ്ക്ക് ഭയങ്കര പേടിയാണ് എവിടെ പോയാലും. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഹെർ കീപ്പ് എ ഡിസ്റ്റൻസ് വൈൽ ഡീലിംഗ് വിത്ത് അസ്. അപ്പം എന്തുകൊണ്ടാണ് എവിടെ പോയാലും ആൾക്കാർ എന്നോട് ഡീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ സംസാരിക്കുന്നത് കുറച്ച് അകൽച്ചയോട് കൂടിയാണ്. ഐ ഹാവ് ടോൾഡ് പീലി അബൌട്ട് ദിസ്. ഞാനത് പീലിയോട് ഓൾറെഡി പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. ഷീ ഹാസ് അസ്വേർഡ് ദാറ്റ് നോ വൺ ഇൻ ഹെർ വില്ലേജ് വിൽ കീപ്പ് ഡിസ്റ്റൻസ്. ദാറ്റ് ഈസ് വൈ ഐ ആം ഗോയിങ്. അപ്പൊ എന്താണ്, പീലിനോട് പറഞ്ഞപ്പോ പീലി എന്താ പറഞ്ഞത് അവളോട്? എൻ്റെ ഗ്രാമത്തിൽ വന്നാൽ നിന്നോട് ആരും ഒരു അകൽച്ചയൊന്നും കാണിക്കില്ല എന്ന് ആരും ഉറപ്പ് കൊടുത്തിട്ടുണ്ട്? പീലി ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പോരുന്നതെന്ന് ആരാ പറയുന്നത്? നമ്മുടെ ചമ്മേലി പറയാണ് കേട്ടോ. നെക്സ്റ്റ് നമ്മുടെ അപ്പു ആണ് അല്ലേ. നെക്സ്റ്റ് ആരാണ്? നമ്മുടെ അപ്പു ആണ്. അമ്മ ഡിഡ് നോട്ട് ഒബ്ജെക്ട് ടു. ഐ ആം വറീഡ് ദാറ്റ് ഷീ വിൽ ബി എലോങ് അറ്റ് ഹോം വെൻ ഐ ഗോ. എനിവേ ഇറ്റ്സ് ജസ്റ്റ് ഫോർ എ ഡേ, ഇറ്റ് വിൽ ബി ഓൾ റൈറ്റ്. അപ്പം എന്താ അവൻ എന്താ പറയുന്നത്? അമ്മ എതിർപ്പൊന്നും പറഞ്ഞില്ല, അമ്മ പ്രത്യേകിച്ച് എതിർപ്പൊന്നും പറഞ്ഞില്ല. ഞാൻ പോകുമ്പോൾ അമ്മ വീട്ടിൽ ഒറ്റയ്ക്കാവും എന്ന വിഷമമുണ്ട് ഒരു ദിവസത്തേക്ക്. അതൊന്നും സാരല്ല അല്ലേ, ഇറ്റ് വിൽ ബി ഓൾ റൈറ്റ് എന്ന് അവൻ പറയാണ് കേട്ടോ. ഇനി എന്താണ്, നിങ്ങളും അവരോടൊപ്പം എന്താണ്, ആറിൻ യു ഓൾസോ റെഡി ടു ട്രാവൽ വിത്ത് ദം. നിങ്ങളും അവരോടൊപ്പം പോകാൻ ഒരുങ്ങുകയല്ലേ? ഡു നോട്ട് യു ടു ഹാവ് സം കൺസേൺസ്, ഡ്രോ യുവർ സെൽഫ് ബിലോ ദ റൈറ്റ് യുവർ തോട്ട് എഗെയിൻ. അപ്പം നിങ്ങളും അവരോടൊപ്പം പോകാൻ ഒരുങ്ങുകയാണ്. അപ്പം നിങ്ങൾ ഇങ്ങനെ ഒരു യാത്ര പോകുന്നുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് എന്തൊക്കെ പറയും, എന്തൊക്കെയാണ് നിങ്ങളുടെ ചിന്തകൾ എന്നുള്ളത് ജസ്റ്റ് ഇവിടെ എഴുതാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പം മിസ് കുറച്ചൊന്ന് എഴുതിയിട്ടുണ്ട്, ബാക്കി എന്ത് ചെയ്യുക, നിങ്ങൾ എഴുതുക കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫോട്ടോയും ഇവിടെ വരയ്ക്കണേ, അത് മറന്നു പോകണ്ട കേട്ടോ. മൈ ഡാഡ് ആൻഡ് കേട്ടോടാ, ഇവിടെ ആൻഡാണ്. മൈ ഡാഡ് ആൻഡ് മാം ഇമ്മീഡിയറ്റ്ലി എഗ്രി ടു ലെറ്റ് മീ ഗോ ടു പീലീസ് വില്ലേജ്. എൻ്റെ അമ്മയും പപ്പയും പ്രത്യേകിച്ച് കുഴപ്പമൊന്നും പറഞ്ഞില്ല. എങ്ങോട്ട് പൊക്കോളാൻ പറഞ്ഞു? പീലിയുടെ വില്ലേജിലേക്ക് പോകാൻ പറഞ്ഞു. ബട്ട് ഐ ആം സാഡ്. പക്ഷെ എനിക്കൊരു സങ്കടമാണ്. ടു സ്റ്റേ എവേ ഫ്രം മൈ മാം. എനിക്ക് ആരെ വിട്ടു നിൽക്കാൻ സങ്കടമാണ്? എൻ്റെ അമ്മയെ വിട്ടു നിൽക്കാൻ എന്താണ് സങ്കടമാണെന്ന് ആരാ പറയണേ? നമ്മുടെ ആരോൺ പറയാണല്ലേ. നെക്സ്റ്റ് അടുത്ത് നോക്കിയാലോ, ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. പിക്ചറിൽ എന്തൊക്കെയാ നോക്കടാ? 3 പേരും 3 പേരല്ല 4 പേരും എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ചമേലി ഉണ്ട്, നീനു ഉണ്ട്, അപ്പു ഉണ്ട്, പിന്നെ ഒരാളൂടെ ഉണ്ടല്ലോ. ഒരാളുടെ പേരെന്തായിരുന്നടാ? മൂന്നാമത്തെ ആളുടെ പേരെന്തായിരുന്നു? എന്തായിരുന്നു? വിക്കി അല്ലേ. വിക്കി. എല്ലാവരും എന്ത് സെറ്റ് ചെയ്യാണ്? ബാഗൊക്കെ സെറ്റ് ചെയ്ത് നോക്കുകയാണ് അല്ലേ. ബാഗൊക്കെ എന്തൊക്കെയോ സെറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ആരൊക്കെയാണ്? നീനു. ഏതാ നീനു? ഏതാടാ? ഇത് നീനു, അപ്പു, വിക്കി, ചമേലി. അപ്പൊ എല്ലാവരും ബാഗിലൊക്കെ എന്തൊക്കെയോ സെറ്റാണോ എന്ന് നോക്കുന്നുണ്ട് അല്ലേ. ഡു നോട്ട് ബി മേക്ക് സം
പ്രിപ്പറേഷൻ ബിഫോർ എവരി ട്രിപ്പ്. നമ്മളിപ്പോൾ ട്രിപ്പ് പോവുകയാണെങ്കിൽ അതിന് മുന്നേ ചെറിയൊരു തയ്യാറെടുപ്പുകൾ നടത്താറില്ലേ? നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ ടൂർ പോയിട്ടില്ലേ? ടൂർ പോകുമ്പോൾ എന്ത് ചെയ്യലുണ്ട്? അതിൻ്റെ തലേന്ന് നമുക്ക് ഉറക്കം വരില്ല, എന്തൊക്കെയോ എടുത്തു വെക്കാനുണ്ട്, ഫുള്ളൊരു ട്രിപ്പ് മോഡായിരിക്കും അല്ലേ? എല്ലാവർക്കും അങ്ങനെയല്ലേടാ? അതെ അല്ലേ? വി ഓൾസോ ഗെറ്റ് മെൻ്റലി പ്രിപ്പയർഡ് ബേസ്ഡ് ഓൺ യുവർ ഡെസ്റ്റിനേഷൻ പർപ്പസ് ആൻഡ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്. അപ്പം നമ്മൾ മെൻ്റലി ഒക്കെ നമുക്ക് പ്രിപ്പയർ ആവാനുണ്ട് അല്ലേ? എങ്ങനെയൊക്കെ പോവും, ഫുള്ള് അതിനെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമായിരിക്കും നമുക്ക് ഉണ്ടാവുക അല്ലേ? ഡു നോട്ട് യുവർ തോട്ട് ഓൾസോ കം എലോങ് വിത്ത് ദ തിങ് ഇൻ ദ ബാഗ് വിച്ച് വി സെറ്റ് ഫോർ ദ ട്രിപ്പ്. അപ്പോൾ പറയുന്നത് എന്താണ്? നമ്മൾ യാത്രയ്ക്ക് ഒരുങ്ങുന്ന ബാഗിൽ വസ്തുക്കളോടൊപ്പം നമ്മുടെ എന്തുണ്ടാവും? ചിന്തകൾ കൂടി ഉണ്ടാവില്ലേ? തിങ്സും ആ ബാഗിൽ ഉണ്ടാവാറുണ്ട് അല്ലേ? ഇനി എന്താ? ലെറ്റ് സീ വാട്ട് ദേ ക്യാരി ഇൻ ദർ ബാഗ്. ഇനി നിങ്ങളുടെ എന്തൊക്കെയാണ് ഇവരുടെ ബാഗിൽ നിന്ന് നോക്കാം അല്ലേ? ഇവരെന്തൊക്കെയാണ് ട്രിപ്പിന് കൊണ്ടുപോകുന്നത് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? വിൽ അതേഴ്സ് സെറ്റ് മീ എ സൈഡ്. അപ്പോൾ എന്താണ്? മറ്റുള്ളവർ മാറ്റി നിർത്തുമോ? ഇവളെ മറ്റുള്ളവർ മാറ്റി നിർത്തുമോ എന്ന് ഓർമ്മിച്ച് ചമേലിക്ക് ഭയങ്കര ടെൻഷൻ കേട്ടോ. ചമേലയുടെ ബാഗിൽ എന്തൊക്കെയാണുള്ളത്? ക്ലോത്ത് ഉണ്ട്, ബുക്ക് ഉണ്ട്, പിന്നെന്താണ്? പേസ്റ്റ്, ബ്രഷ്, സോപ്പാണ് ആരുടെ ബാഗിലുള്ളത്? ചമേലിയുടെ ബാഗിലുള്ളത് അല്ലേ? നെക്സ്റ്റ് അടുത്തത് നമ്മുടെ അപ്പുകുട്ടനാണ്. വിൽ അമ്മ ബിൽ എല്ലാം. അമ്മ ഒറ്റയ്ക്കാണല്ലേ? അപ്പോൾ അവൻ്റെ ബാഗിൽ എന്തൊക്കെയാണുള്ളത്? ഒരു ടോപ്പ്, ഒരു ടീഷർട്ടും പിന്നെ എന്തോ ഒരു ചെറിയൊരു കളിപ്പാട്ടം പോലത്തെ ഒരു ടോയ് പോലത്തെ ഒരു സാധനം ഉണ്ട് അല്ലേ? നെക്സ്റ്റ് അടുത്ത് എന്താണ്? ക്യാൻ ഐ വിസിറ്റ് ഓൾ ദ സൈറ്റ് ദർ. അവിടെ എല്ലാ സ്ഥലത്തും പോകാൻ പറ്റുമോ? ഇവൾക്ക് ടെൻഷനാണ് അല്ലേ? ഇവൾക്ക് എല്ലാ സ്ഥലത്തും പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അവളിങ്ങനെ ആലോചിക്കുകയാണ് എല്ലാ സ്ഥലങ്ങളിലും പോകാൻ പറ്റുമോ എന്ന് അവൾ എന്ത് ചെയ്യാണ്? ആലോചിക്കുകയാണ് അല്ലേ? അപ്പോൾ അവളുടെ കയ്യിൽ എന്തൊക്കെയാണ് ഉള്ളത് നോക്കിക്കേ. ഡ്രോയിങ് ബുക്ക് ഉണ്ട്, സോപ്പ് ഉണ്ട്, ബ്രഷ് ഉണ്ട്, ഡ്രസ്സ് ഉണ്ട്, പിന്നെന്താ? പെൻസിൽസ് ഉണ്ട് അല്ലേ? നെക്സ്റ്റ് അടുത്ത് നോക്കാം അല്ലേ? അടുത്ത ആരാണ്? നമ്മുടെ വിക്കിയാണ്. വിക്കിയുടെ കയ്യിൽ എന്താണുള്ളത്? വിൽ ദർ ബി ഫെസിലിറ്റീസ് ഓഫ് ദ സിറ്റി. അവിടെ നമ്മുടെ സിറ്റിയിലുള്ള എല്ലാ ഫെസിലിറ്റീസും അവിടെ ഉണ്ടാവുമോ എന്നോർത്തിട്ട് അവന് ഭയങ്കര ടെൻഷൻ. ആർക്കാ ടെൻഷൻ? നമ്മുടെ വിക്കിക്ക് അല്ലേ? വിക്കിയുടെ കയ്യിൽ എന്തൊക്കെയാണുള്ളത് നോക്കടാ. ഡെന്റൽ കിറ്റ് ഉണ്ട്, ഷവർ കിറ്റ് ഉണ്ട്, പിന്നെന്താടാ? ബുക്ക്, ഡ്രസ്സസ് ഉണ്ട് അല്ലേ? ഡ്രസ്സസ് ഉണ്ട്, പിന്നെ മെഡിസിനോ അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട് അല്ലേ? പിന്നെ മെയിൻലി അവിടെ എന്തുണ്ട്? ഫോൺ ഉണ്ട് അവൻ്റെ അടുത്ത് അല്ലേ? ഇനി നെക്സ്റ്റ് നിങ്ങളോട് പറഞ്ഞേക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ വാട്ട് വിൽ ബി യു ടേക്ക് അലോങ് വിത്ത് യു. നിങ്ങൾ ഈ കൂടെ യാത്ര പോകുന്നില്ലേ? നിങ്ങൾ എന്തെല്ലാം സാധനങ്ങൾ കരുതും ഫോർ ദ ട്രിപ്പ്? വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് യു വിൽ തിങ്ക് അബൌട്ട്. ഇനി ചോദിച്ചേക്കുന്ന കാര്യം എന്താ വെച്ചാൽ എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ആലോചിക്കുക. പിന്നെ ഡ്രോ യുവർ ബാഗ് ആൻഡ് ബിലോങ് ദ റൈറ്റ് യുവർ തോട്ട്സ് ബിലോ ആൻഡ് പ്രസന്റ് ദ സെയിം. അപ്പോൾ പറഞ്ഞേക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്തൊക്കെ സാധനങ്ങൾ എടുക്കും, നിങ്ങളുടെ ചിന്തകൾ എന്തൊക്കെയാണ് എന്ന് എഴുതി നോക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ കുഞ്ഞു കൂട്ടുകാർ എന്ത് ചെയ്യണം? ഇവിടെ ഒരു ബാഗ് വരയ്ക്കുക കേട്ടോ. ഇവിടെ എന്ത് വരയ്ക്കുക? ഒരു ബാഗ് വരയ്ക്കണേ. മിസ്സിനെ വരയ്ക്കാനൊന്നും അറിയില്ല കേട്ടോ, നിങ്ങൾ വരച്ചോണേ. മിസ് വരയ്ക്കുന്ന ബാഗാണെന്ന് തോന്നില്ല അല്ലേ? ബാഗ് വേണം. പിന്നെന്താണ്? ഒരു സോപ്പ് വരയ്ക്കുക. പിന്നെന്താ? ഒരു കുഞ്ഞ് പല്ല് തേക്കാനുള്ള ഒരു ബ്രഷ് വരയ്ക്കുക കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ വരയ്ക്കുക കേട്ടോ. ഇനി നമ്മുടെ ചിന്തകൾ എന്തൊക്കെയായിരിക്കും? ഇവിടെ നിങ്ങളൊരു ഫോട്ടോ വരയ്ക്കണേ. ഇവിടെ നിങ്ങളുടെ എന്ത് വരയ്ക്കണം? ഒരു ഫോട്ടോയും വരയ്ക്കണം കേട്ടോ. വാട്ട് വ്യൂവേഴ്സ് വിൽ ദർ ബി. അവിടെ എന്തെല്ലാം കാഴ്ചകളായിരിക്കും കാണാനുണ്ടാവുക എന്ന് നിങ്ങളുടെ മനസ്സിലൂടെ പോവില്ലേടാ? പോവൂലേ? നെക്സ്റ്റ് അടുത്തതിലേക്ക് പോവാട്ടോ. ടു പീലീസ് വില്ലേജ്. അവരെങ്ങോട്ട് പോവാണ്? പീലീസ് വില്ലേജിലേക്ക് അങ്ങോട്ട് എത്താനായില്ലേ? നോക്കാം. ഷാൽ വി സിങ് എ ട്രാവൽ സോങ് ടുഗദർ. നമുക്ക് എന്ത് പാടിയാലോ? ഒന്നിച്ചൊരു ട്രാവൽ സോങ്, യാത്രാഗാനം പാടിയാലോ? വി ആർ ഓൺ അവർ എവേ ടു സീ ദ വേൾഡ് ആൻഡ് ട്രാവൽ നിയർ ആൻഡ് ഫാർ. അപ്പം എന്ത് പറഞ്ഞിട്ടുണ്ട്? ഒരു ചെറിയൊരു സോങ് ഒക്കെ നമ്മുടെ വിക്കി പാടുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് നിങ്ങളോട് ട്രാവൽ സോങ് കളക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം മിസ് നോട്ട് തരുമ്പോൾ അതിൽ തരാം കേട്ടോ. ബാക്കി ഇതൊക്കെ ട്രാവൽ സോങ് ഒക്കെ മിസ് ഇതിൻ്റെ നോട്ട് അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അതിലേക്ക് തരാം കേട്ടോ. ഇനി അടുത്തത് പീലീസ് വില്ലേജ് ആണ് കേട്ടോ. നെക്സ്റ്റ് അടുത്തത് എന്താണ്? പീലീസ് വില്ലേജ് ആണ്. അപ്പോൾ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ? എന്താണ് പിക്ചർ കൊടുത്തേക്കുന്നത്? കുറേ ട്രീസ് ഉണ്ട് അല്ലേ? കുറേ വീടൊക്കെ കാണാം അല്ലേ? വേറെ ഹോംസ് ഒക്കെ കാണാം. ദാറ്റ് ഈസ് പീലീസ് വില്ലേജ്. ആരാ പറഞ്ഞത്? നമ്മുടെ അപ്പുകുട്ടൻ പറയാണ്. ദാ കിടക്കുന്നു. എന്താണ്? നമ്മുടെ പീലിയുടെ ഗ്രാമം എന്ന് പറയുന്നത്. നെക്സ്റ്റ് അടുത്ത പിക്ചർ എന്താണ് കൊടുത്തേക്കുന്നത്?
ആ അപ്പൊ നമ്മുടെ പീലി ഏത് കളർ ഡ്രസ് ഇട്ടാ വരുന്നത്? ഒരു ബ്ലൂ കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ആ പീലി ഇവരെ കണ്ട് ചിരിച്ചു വരുന്നുണ്ട് അല്ലേ? ദർ ഈസ് പീലി. അതാ നിൽക്കുന്നു നമ്മുടെ പീലി. അപ്പൊ പീലി പറയാണ്, ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഹെർ. ഞാൻ നിങ്ങളെ കാത്തു നിൽക്കുന്ന, എത്ര നേരമായി കാത്തു നിൽക്കുന്നു അല്ലേ? വെയിറ്റിംഗ് ഹെർ ഫോർ എ ലോങ് ടൈം. ഞാൻ കുറേ നേരമായിടാ നിങ്ങളെ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട്. വൈ ആർ യു സോ ലേറ്റ്? നിങ്ങൾ എന്താടാ ലേറ്റ് ആയത്? അപ്പൊ ഇവര് പീലിനോട് എന്തായിരിക്കും റൈറ്റ് യുവർ റെസ്പോൺസ് ടു പീലി. അപ്പൊ പീലിനോട് എന്തായിരിക്കും മറുപടി പറഞ്ഞിട്ടുണ്ടാവുക? വി വേർ വാക്കിംഗ് സ്ലോലി. ഞങ്ങൾ എങ്ങനെയാ നടന്നു വന്നത്? മെല്ലെ നടന്നു വന്നത്. സീയിങ് ഓൾ ദ സൈറ്റ്സ് ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ് ടു സീ. അപ്പൊ ഞങ്ങൾ എന്താണ് ഈ സൈറ്റൊക്കെ നന്നായിട്ട് ഈ പ്രദേശമൊക്കെ നന്നായിട്ട് കണ്ട് ആസ്വദിച്ച് മെല്ലെയാണ് ഞങ്ങൾ എന്ത് ചെയ്തത്? നടന്നു വന്നത്. ഇനി കം ലെറ്റ് ഗോ ഹോം. നമുക്ക് എങ്ങോട്ട് പോവാം? വീട്ടിലോട്ട് പോവാം. ഇനി ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്, വാട്ട് ആർ യുവർ എക്സ്പെക്ടേഷൻ അബൌട്ട് പീലീസ് വില്ലേജ്. അപ്പൊ നിങ്ങൾ എന്തായാലും യാത്ര പോകുമ്പോൾ പീലീസിന്റെ വില്ലേജിനെ കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ കൂടെ എന്തൊക്കെയായിരിക്കും എക്സ്പെക്ടേഷൻ പോയിട്ടുണ്ടാവുക? ദർ വിൽ ബി നോ ഫെസിലിറ്റി. അവിടെ എന്താണ് ഫെസിലിറ്റീസ് എന്തെങ്കിലും ഉണ്ടാവുമോ അല്ലെ? അവിടെ ഫെസിലിറ്റീസ് ഒന്നും ഇല്ല എന്നൊക്കെ തോന്നിയിട്ടുണ്ടാവും അല്ലെ? നോ ഇലക്ട്രിസിറ്റി. ദർ വിൽ ബി നോ ബ്യൂട്ടി. അവിടെ ബ്യൂട്ടി ഉണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടായി കാണും അല്ലെ? അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ തോന്നിയിട്ടുണ്ട് അതൊക്കെ അവിടെ എഴുതി വെക്കാം കേട്ടോ. അടുത്ത എന്താടാ? പീലി പറയാണ്, ദിസ് ഈസ് മൈ അമ്മ. ഇത് ആരാണ്? എൻ്റെ അമ്മയാണ്. അപ്പൊ അമ്മ ഇവരോട് പറയണേ, കം ഓൺ എവരിബഡി, യു ഓൾ മസ്റ്റ് ബി ടയേർഡ് ബൈ വാക്കിംഗ് സോ ലോങ്, ലെറ്റ്സ് ഹാവ് എ മീൽ ഫസ്റ്റ്. അപ്പൊ അമ്മ എന്താ പറഞ്ഞേക്കുന്നത്? എൻ്റെ കുട്ടികൾ കുറെ നടന്ന് മടുത്തു പോയില്ലേ, ഒരുപാട് ക്ഷീണിച്ചിട്ട് കാണും. ആദ്യം നമുക്ക് എന്ത് കഴിക്കാം? ഭക്ഷണം കഴിക്കാം. ഭക്ഷണം കഴിക്കാം. അപ്പൊ നമ്മുടെ വിക്കി എന്താ ചെയ്യുന്നേ? വിക്കി ബാഗൊക്കെ തുറന്ന് എന്തൊക്കെയോ എടുക്കുന്നുണ്ട് അല്ലേ? അവന്റെ അമ്മ അവനോട് എന്ത് പറഞ്ഞിട്ടുണ്ട്? എവിടെ പോയിട്ട് ഒന്നും കഴിക്കരുതെന്ന് അമ്മ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഐ ഹാവ് ബ്രോട്ട് മൈ ഓൺ ഫുഡ് ഫ്രം ഹോം, ഐ വിൽ ഈറ്റ് ദാറ്റ്. അപ്പൊ അവൻ വലിയ ഗമ്മയിൽ പറയുകയാണേ, എനിക്ക് കഴിക്കാനൊന്നും വേണ്ട, എനിക്ക് കഴിക്കാനുള്ളത് എൻ്റെ വീട്ടിൽ നിന്ന് തന്നു വിട്ടിട്ടുണ്ട്, ഞാനത് കഴിച്ചോളാം എന്ന് ആരാ പറയണേ? വിക്കി പറയാണല്ലേ. അപ്പൊ എന്താ? ഹൗ ഹാഡ്സ്ലി ഹീസ്. അവൻ വലിയ എന്താണ് ജാട അല്ലേ? നമ്മളങ്ങനെ പറയില്ലേ? വലിയ ജാടയാണല്ലേ. നെക്സ്റ്റ് അടുത്ത് എന്താ പറഞ്ഞേക്കുന്നത്? ഡിയർ ഈസ് നോട്ട് ദാറ്റ് വാട്ട് യു ഈറ്റ് ഡെയിലി. എന്ന് മോൻ ഇതൊക്കെയല്ലേ കഴിക്കുന്നത്? ശരിയല്ലടാ. സിറ്റിയിൽ താമസിക്കുന്നവരെന്നും എന്താണ് പുറത്തുനിന്നുള്ള ഫുഡൊക്കെയാണ് കഴിക്കുക അല്ലേ? ട്രൈ ഈറ്റിംഗ് ദിസ്. ഇന്ന് ഇതൊന്ന് കഴിച്ചു നോക്ക്. ദ റൈസ് വി ഈറ്റ് ഈസ് ഫ്രം പാഡി ഗ്രൗണ്ട് ഇൻ our own fields. We meal it ourselves, and then there is tapioca. There is also fish carried by the Pili's father from the river. Fish curry is made by the father himself. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? എന്താണ് പറഞ്ഞേക്കുന്നത്? ഇതൊന്ന് കഴിച്ചു നോക്കൂ. ഇവിടുത്തെ വയലിലുണ്ടായ അരിയാണ്, പാടിയിൽ തന്നെ ഉണ്ടായ എന്താണ് റൈസാണിത്. നെക്സ്റ്റ് എന്താ പറഞ്ഞേക്കുന്നത്? ഇവിടെ ടൊപ്പിയോക്ക എന്ന് വെച്ചാൽ എന്താണ്? കപ്പ അല്ലേ? കപ്പയുണ്ട്. പിന്നെന്താണ്? അച്ഛൻ തന്നെ, ഫാദർ തന്നെ റിവറിൽ പോയിട്ട് ക്യാച്ച് ചെയ്ത് എന്തുണ്ട്? മീനുമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? നെക്സ്റ്റ് അടുത്ത് എന്താണ്? ഇവൻ കഴിച്ചു നോക്കുകയാണ് അല്ലേ? ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം ഐ ആം ഹാവിങ് സച്ച് ഡെലീഷ്യസ് ഫുഡ്. ഞാൻ ഇത്രയും രുചിയുള്ള ഫുഡ് ഇതിനു മുന്നേ എന്ത് ചെയ്തിട്ടില്ല? കഴിച്ചിട്ടില്ല. വി ഡി നോട്ട് ബൈ എനിത്തിങ് ലൈക്ക് ദിസ് അറ്റ് ഹോം. എന്താണ്? എൻ്റെ വീട്ടിൽ ഇങ്ങനെയുള്ളതല്ല വാങ്ങുന്നത്. അപ്പൊ ഇവൻ പറയാണ്, എൻ്റെ വീട്ടിൽ ഇങ്ങനെയുള്ളതൊന്നും വാങ്ങലില്ല. അപ്പൊ നമ്മുടെ അപ്പു പറയാണ്, പീലി ഫുഡ് ഈസ് റിയലി ഗുഡ്. പീലി ഫുഡ് എന്ത് ചെയ്തിട്ടുണ്ട്? വളരെ നന്നായിട്ടുണ്ട്. ഹൗ ഡെലീഷ്യസ് ഇറ്റ് ഈസ്. യു ഷുഡ് ഷെയർ ദ റെസിപ്പി. ഓക്കെ. അപ്പൊ പറയാണ്, വളരെ നന്നായിട്ടുണ്ട്, എന്ത് രുചിയുള്ള ഫുഡാണ്. എടാ ഇതിന്റെ റെസിപ്പി ഒന്ന് പറഞ്ഞു തരണം എന്ന് ആര് പറയാണ്? പീലിയോട് നമ്മുടെ അപ്പുകുട്ടൻ പറയാണ് കേട്ടോ. വി ക്യാൻ ആസ്ക് ഫാദർ ഹിംസെൽഫ്. നമുക്ക് അച്ഛനോട് ചോദിക്കാം അല്ലേ? ഫാദർ വിൽ ബി ഇൻ ദ field. Go there, you all can see our village. അപ്പൊ നിങ്ങളെ അച്ഛൻ എവിടെ ഉണ്ട്? നമ്മുടെ വയലിലുണ്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നിങ്ങളും എല്ലാം അങ്ങോട്ട് പോയിക്കോളൂ, നമ്മുടെ ഗ്രാമവും എന്ത് ചെയ്യാം? കാണാമെന്നാ പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്, ഫാദറുമായിട്ടുള്ള ഇന്റർവ്യൂ. അത് മിസ് എന്ത് ചെയ്യാം? കുറെ എഴുതാനുണ്ട്. അപ്പൊ മിസ് ഇവിടെ എല്ലാം കൂടെ ഉൾക്കൊള്ളിക്കാൻ കഴിയാത്തത് കൊണ്ട് മിസ് അത് നോട്ടിൽ വിടാം കേട്ടോ. ഇനി അച്ഛൻ ചോദിക്കുകയാണ്, ദാറ്റ്സ് ഹൗ വി മേക്ക് ഫുഡ്. എങ്ങനെയാണ് ഞങ്ങൾ ഈ അച്ഛൻ പറയാണ്,
ആ ഡാഷ് എന്ന് വെച്ചാൽ എന്താ, എങ്ങനെ എന്താണ് ആഹാരം ഓൾറെഡി ഉണ്ടാക്കുന്നത് അവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, എങ്ങനെ ഫുഡ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, ഫുഡ് ഉണ്ടാക്കുന്നത് എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ അതിന് മുന്നത്തെ കോൺവെർസേഷൻ ആണ് കേട്ടോ. ഫുഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കുട്ടികൾ ചോദിക്കുന്നുണ്ടാവും, ഇങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് അച്ഛൻ പറയുന്നുണ്ടാവും കേട്ടോ. നൈസ്, ഐ ടു വാണ്ട് ടു ലേൺ ടു കുക്ക് ഓൾ ദിസ്. അപ്പോൾ ഇവള് പറയാണ്, നമ്മുടെ നീന് പറയാണ്, കൊള്ളാം എനിക്കും പഠിക്കണം ഇതൊക്കെ ഉണ്ടാക്കാന്. നെക്സ്റ്റ് എന്താണ് നിങ്ങളോട് പറഞ്ഞേക്കുന്നത്, ഷാൽ വി മേക്ക് എ ഡിഷ് ഫോർ ഫ്രണ്ട്സ്, പ്രിപ്പയർ എ ഡിഷ് യൂസിങ് edible items collected from your locality with the help of the elders, prepare and bring it to the classroom. Hope you would share the food items that you bring with everyone in the class. അപ്പോൾ നിങ്ങളോട് പറഞ്ഞേക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് എല്ലാവരും പലതരത്തിലുള്ള ഫുഡ്സ് ഒക്കെ കൊണ്ടുവന്നിട്ട് ഒരു ഫെസ്റ്റ് നടത്താനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. I like this picture very much, but uncle, I have a doubt. Would you feel bored without good internet, good network coverage and Wi-Fi connectivity? നിങ്ങൾക്ക് ഇവിടെ ബോറടിക്കൂലേ? ഇവിടെ വൈഫൈയോ ഇന്റർനെറ്റോ ഒന്നുമില്ല, നിങ്ങൾക്ക് ഇവിടെ ബോറടിക്കില്ലേ എന്ന് ആര് ചോദിക്കുകയാണ്, വിക്കി ചോദിക്കുകയാണ് കേട്ടോ. What will be you do if you wish to play a game? Pili, how do you feel happy without any games? If we were in city, we could do many things. അപ്പോൾ അവൻ ചോദിക്കുകയാണ്, പീലി നീ ഒരു ഗെയിം കളിക്കാണ്ട് എങ്ങനെയാണ് സന്തോഷമായിട്ടിരിക്കണേ? നഗരത്തിലായിരുന്നെങ്കിൽ എന്തൊക്കെ ചെയ്യാമായിരുന്നു. അപ്പം നമ്മുടെ അപ്പു പറയാണ്, ഐ തിങ്ക് ദിസ് പ്ലേസ് ഈസ് മോർ ഇൻട്രസ്റ്റിംഗ് ദാൻ ദ സിറ്റി. അപ്പോൾ അപ്പു പറഞ്ഞ എന്താണ്, നമ്മുടെ നഗരത്തിനേക്കാളും എത്രയോ നല്ലതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ വില്ലേജ് എന്ന് പറയുന്നത്. ദർ ഈസ് വേരിയസ് ഗെയിം her too. Come on, let's go and see how the children are playing in the having fun there. അപ്പം അവൻ്റെ നമ്മുടെ പീലിയുടെ അച്ഛൻ എന്താ പറഞ്ഞേക്കുന്നത്, ഇവിടെയും പലതരത്തിലുള്ള കളികളുണ്ട്, ഇവിടുത്തെ കുട്ടികൾ എങ്ങനെയാണ് കളിച്ച് ഉല്ലസിക്കുന്നതെന്ന് നമുക്ക് കണ്ടുവരാം. അപ്പം പറയാണ്, ഇവിടെയും കുറേ കളികളൊക്കെ ഉണ്ട് കേട്ടോ, അതെന്തൊക്കെയാണെന്ന് നോക്കാം. Come on, we can also go with Peeli's father and see the different streams of fun in the village. അപ്പം ഏതൊക്കെയാണ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കി വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. യു ടു ഹാവ് എ എക്സ്പീരിയൻസ് മൊമെന്റ് ഫോർ ദ ഹാപ്പിനെസ് ഇൻ യുവർ ലൈഫ്. അപ്പം നിങ്ങളുടെ ജീവിതത്തിലും സന്തോഷത്തിന്റെ നിമിഷങ്ങൾ അനുഭവിച്ചിട്ടുണ്ടല്ലോ, ഉണ്ടല്ലേ? ഹാവ് നോട്ട് യു വാട്ട് തിങ്സ് മേക്ക് യുവർ ഹാപ്പി. അപ്പോൾ എന്താ ചോദിച്ചേക്കുന്നത്, ഇങ്ങനെയാണ്, ഏതെല്ലാം സിറ്റുവേഷനിലാണ് എന്തൊക്കെ ലഭിച്ചാലാണ് നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകുന്നത്, എന്തൊക്കെ സാധനങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ തിങ്സ് ലഭിച്ചാലാണ് നിങ്ങൾക്ക് ഹാപ്പി ആവുന്നത്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡിജിറ്റൽ ഡിവേഴ്സ് ഇൻ ദ സ്കൂൾ മേക്ക് ദ സെൽഫി വീഡിയോ ടൈറ്റിൽഡ് മൈ ഹാപ്പിനെസ് അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് യുവർ ടീച്ചർ. അപ്പോൾ പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ സ്കൂളിലെ ഡിജിറ്റൽ ഉപകരണങ്ങളുടെ സഹായത്തോടെ ടീച്ചറുടെ ഒരു സൂപ്പർവിഷനിലൂടെ കേട്ടോ, സൂപ്പർവിഷനിൽ എന്ത് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്, എൻ്റെ സന്തോഷങ്ങൾ എന്ന് പറയുന്ന ഒരു വീഡിയോ മേക്ക് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. മൈ ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു വീഡിയോ മേക്ക് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ദ റസ്റ്റിക് ബ്യൂട്ടി വാക്ക് ത്രൂ പീലീസ് വില്ലേജ് ആൻഡ് സീ ഹൗ സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. അല്ലേ, പീലിയുടെ ഗ്രാമം എന്ന് പറയുന്നത് എത്രത്തോളം അവർ നടന്ന് ഇങ്ങനെ കാണുകയാണ് അല്ലേ. നമ്മുടെ നീനും അതേപോലെ ആരാണ്, വിക്കിയും അപ്പുവും അതേപോലെ ചെമ്മേലി എല്ലാവരും കൂടെ നടന്ന് ഇങ്ങനെ കാണുകയാണ്. എന്ത് ഭംഗിയുള്ള ഗ്രാമമാണെന്ന് ഇവർ പറയാണ്. വില്ലേജസ് കം ടു ദ വീക്ക്ലി മാർക്കറ്റ് ടു ബൈ ആൻഡ് സെൽ ദ ലോക്കലി പ്രൊഡ്യൂസ്ഡ് ഗുഡ്സ്. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ ഗ്രാമത്തിലെ ആൾക്കാർ എന്ത് ചെയ്യും, ഓരോ പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാക്കി വെക്കും. എന്നിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇവരുടെ ഗ്രാമത്തിൽ എന്ത് ചെയ്യും, വീക്കിലി മാർക്കറ്റുകൾ ഉണ്ടാവും. ആ മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് ഇവർ സെല്ല് ചെയ്യും. ചിലർ സെല്ല് ചെയ്യാനുണ്ടാവും, ചിലർ അതെന്ത് ചെയ്യും, ബൈ ചെയ്യുകയും ചെയ്യും, വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നു. There are weekly, regular and evening market in your locality. അപ്പം നിങ്ങളുടെ നാട്ടിലും എങ്ങനെ ഉണ്ടാവും, ഇങ്ങനത്തെ എന്താ പറയുക മാർക്കറ്റ്സ് ഒക്കെ ഉണ്ടോ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഒന്ന് വിസിറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. വിസിറ്റ് എ മാർക്കറ്റ് വിത്ത് യുവർ എൽഡേഴ്സ്, ഒബ്സർവ് ദ ആക്ടിവിറ്റി ദർ ആൻഡ് പ്രിപ്പയർ നോട്ട്. അപ്പം നിങ്ങളോട് തന്നെ പോയിട്ട് കണ്ടിട്ട് നിങ്ങൾ എന്ത് പ്രിപ്പയർ ചെയ്യാനാണ്, നോട്ട് പ്രിപ്പയർ ചെയ്യാനാണ് കേട്ടോ.
പീലീസ് ഫാദർ ഗിഫ്റ്റഡ് ഹെർ ഫ്രണ്ട്സ് ഹാറ്റ് മെയ്ഡ് ഓഫ് കോക്കനട്ട് ഫോൺസ് ആൻഡ് ബാസ്കറ്റ്സ് ആർ ക്ലോസ്. അപ്പം എന്താണ്, നമ്മുടെ കോക്കനട്ടിൻ്റെ ഇലയില്ലടാ, കോക്കനട്ടിൻ്റെ ഇല വെച്ചിട്ടുള്ള തൊപ്പിങ്ങൾ കണ്ടിട്ടുണ്ടോ? മിസ്സിൻ്റെ ഒക്കെ ചെറുപ്പകാലത്തിൽ ഇങ്ങനെ ഉണ്ടാക്കായിരുന്നു കേട്ടോ, കോക്കനട്ടിൻ്റെ ഇല വെച്ചിട്ടുള്ള തൊപ്പിയൊക്കെ ഉണ്ടാക്കായിരുന്നു. അതും അതേപോലെ ബാസ്ക്കറ്റ് ഉണ്ട്, ക്ലോത്തൊക്കെ പീലിയുടെ ഫാദർ ഇവർക്ക് സമ്മാനമായിട്ട് അല്ലെങ്കിൽ ഗിഫ്റ്റായിട്ട് മേടിച്ചു കൊടുത്തു. വാട്ട് തിങ്സ് ക്യാൻ യു മേക്ക് ഔട്ട് ദ കോക്കനട്ട് ഫണ്ട്സ് പേപ്പർ എക്സെട്ര എക്സിബിറ്റ് യുവർ പ്രൊഡ്യൂസ് ഇൻ ദ ക്ലാസ്. അപ്പം നിങ്ങളോട് പറഞ്ഞേക്കുന്നത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ക്ലാസ്സിൽ എന്ത് ചെയ്യാനാണ്, പ്രദർശിപ്പിക്കാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഇങ്ങോട്ട് നോക്കിക്കേടാ, ഇതെന്നെ കാണുമ്പോൾ എന്ത് രസമല്ലേ, അടിപൊളി ഒരു പിക്ചർ, ഒരു പോണ്ട് ഉണ്ട്, ഒരു കുളം ഉണ്ട്, പിന്നെ എന്തൊക്കെയാണ് കാണുന്നത്, ട്രീസ് കാണാം അല്ലേ, നല്ല അടിപൊളി ഒരു പിക്ചർ അല്ലേ. എന്താ നോക്കാം അല്ലേ. ദർ ആർ മെനി സച്ച് പോണ്ട്സ് ഇൻ ദിസ് വില്ലേജ്, മൈ ഫ്രണ്ട്സ് ആൻഡ് മൈസെൽഫ് ലേൺ ടു സ്വിം ഇൻ ദിസ് പോണ്ട്. അപ്പോൾ നമ്മുടെ പീലി പറയാണ്, ഈ ഗ്രാമത്തിൽ ഇതേപോലെ ഒരുപാട് പോണ്ട്സ് ഉണ്ട്, ഈ ഗ്രാമത്തിൽ എന്തുണ്ട്, ഈ വില്ലേജിൽ എന്തുണ്ട്, ഇതേപോലെ ഒരുപാട് പോണ്ട്സ് ഉണ്ട്. ഞാനും എൻ്റെ ഫ്രണ്ട്സും ഒക്കെ ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്, നീന്തൽ പഠിച്ചത് കേട്ടോ അല്ലേ. അപ്പം എൻ്റെ കൂട്ടുകാർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങളുടെ അടുത്ത് പോണ്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പപ്പേനെയൊക്കെ കൂട്ടിപ്പോയിട്ട് നീന്തൽ പഠിക്കാൻ ശ്രമിക്കണം കേട്ടോ. ഒറ്റയ്ക്ക് പോവരുതേ, ഒറ്റയ്ക്ക് പോകുന്നത് എന്താണ്, അപകടമാണല്ലേ, നിങ്ങൾക്ക് അറിയാല്ലേ. അപ്പം നമ്മുടെ പീലി എന്താ ചെയ്യുന്നത്, ഹൗ ഹാപ്പി ഐ ആം വെൻ ഐ സീ ദെൻ ഓൾ എൻജോയിങ്. ഇവരെല്ലാം സന്തോഷിക്കുന്നത് കാണുമ്പോൾ എനിക്കും ഭയങ്കര സന്തോഷം വരിക. അങ്ങോട്ട് നോക്കിക്കേ, കുറേ കുട്ടികൾ ഇവരൊക്കെ എന്ത് ചെയ്യാണ്, കുളിക്കാൻ ഇറങ്ങിയില്ലേ. നമ്മുടെ നീനു കരയിലിരിക്കുകയാണ്, നമ്മുടെ പീലിയും ചമ്മേലിയും അതേപോലെ വിക്കിയും അപ്പു എല്ലാവരും കുളിക്കാൻ ഇറങ്ങി കണ്ടപ്പം നമ്മുടെ നീനുവിന് ഭയങ്കര സന്തോഷം. ബുൾ സർഫിങ് കോമ്പറ്റീഷൻ, എന്താണ് അവിടെ നടക്കുന്ന ഒരു കോമ്പറ്റീഷൻ ആണ് അല്ലേ. ആർ ഹെൽഡ് ദ ഫീൽഡ് that have been for the second crop after the harvest. അപ്പം എന്താ പറയുന്നത് വെച്ചാൽ, ഇവിടെ നമ്മുടെ എന്താ പറയുക, പാടം, ഓക്കെ, ഫീൽഡ്സ് എന്ത് സംഭവിക്കും, ഒരു കൊയ്ത്തൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ നെക്സ്റ്റ് അടുത്ത ട്രിപ്പിലേക്ക് ഇവർ എന്താ പറയുക, നമ്മുടെ പാടം ഒന്നും കൂടെ ഈ ചെളിമണ്ണായിരിക്കും ഫുള്ള്, അതൊന്നും കൂടെ കൊയ്ത് മറിഞ്ഞിടുന്നതിനാണ് എന്ത് സർഫിങ് എന്ന് പറയുന്നത്, ബുൾ സർഫിങ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അടുത്തെന്താടാ, അടുത്തെന്താ നോക്കിക്കേ, ദിസ് ഈസ് എ ഫെസ്റ്റിവൽ ഇൻ അവർ വില്ലേജ്. അപ്പോൾ അവരുടെ വില്ലേജിലെ ഒരു ഫെസ്റ്റിവലൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ, അടുത്ത എന്താ പറയുന്നത്, യു ആർ റിട്ടേണിംഗ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് പീലീസ് നൈറ്റ് ആഫ്റ്റർ വാച്ചിങ് ദ സൈറ്റ് ഇൻ the village. How about composing the singing a song at this time? Shall we compose a song titled My Village? Write the song covering the village you have seen and Pili's village and singing it to the class in your own rhythm. ഓക്കെ, അപ്പോൾ പറഞ്ഞേക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങളെന്താണ് താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് പുറത്തോട്ട് പോയി നോക്കിയിട്ട് രാത്രി കാണുന്ന കാഴ്ചകളില്ലേ, അതൊക്കെ കണ്ടു നോക്കാനും വരച്ചു നോക്കാനും ഇതിനെക്കുറിച്ച് എന്ത് ചെയ്യുക, ക്ലാസ്സിലൊരു ചിത്രം വരയ്ക്കാനും ഒക്കെയാണ് നിങ്ങളോട് പറഞ്ഞേക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് അടുത്ത് എന്താ പറയുന്നത് നോക്കിയാലോ. അടുത്ത് എന്താ പറയുന്നത്, നെക്സ്റ്റ് എന്താ, അതാ ഓക്കെ, നെക്സ്റ്റ് അടുത്ത് എന്താണ്, ഗ്രാമത്തിലെ കാഴ്ചകൾ വെച്ചിട്ടാണോടാ, അത് നൈറ്റ് കാഴ്ചകൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് കൊണ്ട് നമ്മുടെ ഗ്രാമത്തിലെ കാഴ്ചകൾ വെച്ചിട്ട് ദെൻ നൈറ്റ് കാഴ്ചകൾ വെച്ചിട്ട് ഒരു എന്താ പറയുക, ഒരു പിക്ചർ വരയ്ക്കാനും അതേപോലെ പിക്ചർ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്, പാട്ടുകൾ ഉണ്ടാക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പീലി, ഹൗ ഹാപ്പി ഈസ് യുവർ വില്ലേജ് ആൻഡ് ദർ വില്ലേജസ്. അപ്പോൾ പീലിയോട് പറയാണ്, എടാ പീലി, നിന്റെ വില്ലേജിലുള്ളവർ എത്ര സന്തോഷവന്മാരാണ്, ശരിയല്ലേ, നമുക്ക് കണ്ടപ്പോൾ തന്നെ നമ്മൾക്ക് വായിച്ചപ്പോൾ പോലും നമുക്ക് സന്തോഷം വന്നില്ലേ. ഐ ജസ്റ്റ് കനോട്ട് വെയിറ്റ് ടു ടെൽ അമ്മ അബൌട്ട് ദിസ് സൈറ്റ്. അപ്പോൾ എന്താണ്, എനിക്ക് ഈ കാഴ്ചകളൊക്കെ എൻ്റെ അമ്മേനോട് പറയാൻ വേണ്ടി ധൃതിയായി. നെക്സ്റ്റ് അടുത്ത എന്താ പറയുന്നത്, വിക്കി എന്താ പറയുന്നത്, ഐ തോട്ട് സിറ്റി ലൈഫ് എ ലോങ് ഹാസ് വൺ ദാറ്റ് തോട്ട് ചേഞ്ച് ആഫ്റ്റർ ദിസ് ട്രിപ്പ്. അപ്പോൾ ഇവൻ പറയാണ്, ഞാൻ വിചാരിച്ചിരുന്നത് എന്താണ്, ഈ നഗരത്തിലെ കാഴ്ചകൾ മാത്രമാണ് രസമുള്ളത്, പക്ഷെ എൻ്റെ ഈ ട്രിപ്പിലൂടെ എൻ്റെ തോട്ട്സ്
ഒക്കെ മാറി. മൈ മാ ഹാസ് ടോൾഡ് മീ ദാറ്റ് മൈ നാറ്റീവ് വില്ലേജ് ഈസ് ഓൾസോ ലൈക്ക് ദിസ്. അപ്പം എന്താണ് അവളെന്താ നമ്മേലി എന്താ പറയുന്നത്, എൻ്റെ നാട്ടിലെ ഗ്രാമവും ഇതുപോലെയാണെന്നാണ് എൻ്റെ മാ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്. ഫ്രണ്ട്സ് ഹൂ വിസിറ്റ് പീലീസ് വില്ലേജ് വിത്ത് യു ഹാവ് ഷെയർഡ് ദർ ഒപ്പീനിയൻ. ഡു നോട്ട് യു ഓൾസോ ഹാവ് സംതിങ് ടു സേ അബൌട്ട് ദ പീലീസ് വില്ലേജ്? റൈറ്റ് ഹൗ ദ സൈറ്റ് ഓഫ് ദ വില്ലേജ് ഇൻഫ്ലുവൻസ്ഡ് യു. അപ്പം നിങ്ങളെ എങ്ങനെയാണ് ഇത് ഇൻഫ്ലുവൻസ് ചെയ്തതെന്ന് എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് എഴുതാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പം എങ്ങനെയൊക്കെയാണ് ഇൻഫ്ലുവൻസ് ചെയ്തേ? പീലീസ് വില്ലേജ് സീൻസ് മെയ്ഡ് ബി വെരി ഹാപ്പി. ഇറ്റ് ഈസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ ദ സിറ്റീസ്. പിന്നെന്താ പറഞ്ഞേക്കുന്നത്? വെരി ബ്യൂട്ടിഫുൾ ആണ്. പിന്നെന്താണ്, ഇത് സിറ്റിനേക്കാളും വെരി ബ്യൂട്ടിഫുൾ അല്ലേ? ഐ ഓൾസോ ഫെൽറ്റ് ഹാപ്പി ടു സീ ദ പീപ്പിൾ ഓഫ് ദ വില്ലേജ്. എനിക്ക് പീപ്പിൾ ആൾക്കാരെയൊക്കെ കണ്ടപ്പോൾ എന്താണ്, എല്ലാവരും ഹാപ്പിയാണ് അല്ലേ? അതാണ് വില്ലേജിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താ, ബിഫോർ സ്റ്റാർട്ടിങ് ദ ട്രിപ്പ് യു മൈറ്റ് ഹാവ് ഹാഡ് എ ഡിഫറെൻറ്റ് പ്രിക്വേഷൻസ്ഡ് കൺസീവ്ഡ് notions about Pili's village, the way of happiness and the life for the people. You had always viewed the world through such a thoughts till then. I had not. You did not. You give up many such preconceived notions during this journey. Did not you gain some new experience and knowledge? Listen to Pili's friends. അപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, പീലിയുടെ ഗ്രാമത്തിലേക്ക് പുറപ്പെടും മുന്നേ നമ്മുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ? അപ്പം പീലിയിലെ പുറപ്പെടും മുന്നേ നിങ്ങൾക്ക് നിങ്ങളുടെ പീലിയുടെ മറ്റു കൂട്ടുകാർക്കും സന്തോഷത്തെക്കുറിച്ചും പീലിയുടെ ഗ്രാമത്തെക്കുറിച്ചും ധാരാളം മുൻധാരണകൾ ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് എന്ത് ചെയ്യും, മുന്നേ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം ചിന്തകളൊക്കെ നമ്മൾ മാറിയില്ലേ? മാറിയില്ലേ? ഈ ഒരു യാത്രക്കിടെ നിങ്ങൾക്ക് തോന്നിയ പല കാര്യങ്ങളും എന്താണ്, പല കാര്യങ്ങളും നിങ്ങൾ പുതിയതായിട്ട് കണ്ടു അല്ലേ? പല അനുഭവങ്ങളും നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട് അല്ലേ? നെക്സ്റ്റ്, ഐ തോട്ട് ഐ വുഡ് ബി ഹാപ്പി ഓൺലി വിത്ത് ദ അഡ്വാൻസ്ഡ് ഫെസിലിറ്റി ഇൻ ദ സിറ്റി. സച്ച് എ തോട്ട് ഹാസ് എ ചേഞ്ച്. അപ്പോൾ ഇവൻ പറയുന്നത് എന്താണ്, ഞാൻ വിചാരിച്ചത് എൻ്റെ ഗ്രാമത്തിൽ മാത്രമാണ് എന്തുള്ളത്, അല്ല എൻ്റെ സിറ്റിയിൽ മാത്രമാണ് സന്തോഷമുള്ളത്, അല്ലെങ്കിൽ അഡ്വാൻസ് ഫെസിലിറ്റീൻ്റെ കൂടെ മാത്രമേ എന്തുള്ളൂ, സന്തോഷമുള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. നെക്സ്റ്റ് എന്താണ്, നമ്മുടെ അപ്പു പറയാണ്, ഐ വാസ് തിങ്കിങ് ദ സെയിം ആസ് വിക്കി സെഡ്. ഞാനും വിക്കി പറഞ്ഞതുപോലെ തന്നെയാണ് വിചാരിച്ചത്. വി ഹാഡ് our own happiness there. I understood that there is happiness everywhere. അപ്പം എന്താണ്, നമ്മൾ എവിടെയാണോ ജീവിക്കുന്നത് അവിടുത്തെ ഹാപ്പിനെസ്സിൻ്റെ കൂടെ നമ്മൾ ജീവിക്കുക അല്ലേ? നെക്സ്റ്റ് അടുത്ത് എന്താണ്, നമ്മുടെ ചമ്മേലി പറയാണ്, ഐ വാസ് അഫ്രേഡ് ദാറ്റ് എവരി വൺ വുഡ് സീ മീ ആസ് എ കിഡ് ഫ്രം അനദർ സ്റ്റേറ്റ് ആൻഡ് മൈറ്റ് സെറ്റ് മീ ആസ് എ ഇറ്റ് ഹാസ് ചേഞ്ച്ഡ്. അപ്പോൾ ഇവളെന്താ പറഞ്ഞേക്കുന്നത്, എന്നെ എല്ലാവരും മറ്റൊരു നാട്ടിൽ നിന്ന് വന്ന കുട്ടിയായിട്ട് കാണുമോ, മാറ്റി നിർത്തുമോ എന്നൊക്കെ ഭയം ഉണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് മാറി. I never thought I could experience this sight and enjoy. അപ്പം നമ്മുടെ നീനു എന്താ പറഞ്ഞേ, എനിക്ക് എല്ലാ കാഴ്ചകളും ഇഷ്ടപ്പെട്ടു, എനിക്ക് ഭയങ്കര സന്തോഷമായി, ഇങ്ങനെയൊക്കെ കഴിയുന്ന ഞാൻ വിചാരിച്ചതേ ഇല്ല. എടാ, നമുക്ക് ഈ വില്ലേജിനെ കുറിച്ച് ഒറ്റ കാര്യമാണ്, ഒറ്റ വാക്കിൽ നമുക്ക് എന്താ പറയുക, ഇറ്റ്സ് ഹാപ്പിനെസ് എവരിവെയർ അല്ലേ? നമുക്ക് എന്താണ്, എല്ലായിടത്തും എന്തുണ്ട്, ഹാപ്പിനെസ് ഉണ്ട് അല്ലേ? എല്ലായിടത്തും എന്തുണ്ട്, ഹാപ്പിനെസ് ഉണ്ട്. ശരിയല്ലേടാ? ഹാപ്പിനെസ് ഇല്ലാത്ത സ്ഥലം ഉണ്ടോ? ഇല്ല അല്ലേ? നമ്മൾ എങ്ങനെയാണോ ഓരോ കാഴ്ചകളും എടുക്കുന്നത് അതിനനുസരിച്ചായിരിക്കും നമുക്ക് ഹാപ്പിനെസ് വരുന്നത് അല്ലേ? അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരെ താങ്ക് യു കേട്ടോ. അതുപോലെ ഒരു കാര്യം മറക്കരുത്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻസ് അറിയിക്കുകയൊക്കെ വേണം കേട്ടോ. ഓക്കെ, താങ്ക് യു.